ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത ഐക്യത്തിന്റെ പ്രവാചകനെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ നയതന്ത്ര സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഡോക്ടർ പോൾ റിച്ചാർഡ് ഗല്ലാഗർ. ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തയുടെ 72ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കബറിടം സ്ഥിതി ചെയ്യുന്ന പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന സമൂഹ ദിവ്യബലി മധ്യേ വചന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ്. രാവിലെ നടന്ന സമൂഹ ബലിയിൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനായിരുന്നു. ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത ഐക്യത്തിന്റെ പ്രവാചകനും അതിനുള്ള ത്യാഗം ഏറ്റെടുത്ത ജാഗരൂകനായ അജപാലകനുമായിരുന്നുവെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ നയതന്ത്ര സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ പറഞ്ഞു. മലങ്കര പുനരൈക്യ പ്രസ്ഥാനം ചരിത്രപരമായ സംഭവം എന്നതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ സജീവമായ ഒരടയാളവും സുവിശേഷ സാക്ഷ്യവുമാണെന്ന് ആർച്ച് ബിഷപ്പ് പ്രസ്താവിച്ചു. ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തായുടെ 72ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കബറിടം സ്ഥിതി ചെയ്യുന്ന പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന സമൂഹ ദിവ്യബലി മധ്യേ വചന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ ആർച്ച് ബിഷപ്പ്. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ സഭാഐക്യത്തിനാണ് മാർ ഇവാനിയോസ് പ്രാധാന്യം നൽകിയത്. അവിഭക്തമായ മലങ്കര സഭയായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത്. സുവിശേഷത്തോട് അദ്ദേഹം പുലർത്തിയ അചഞ്ചലമായ സമർപ്പണമാണ് സാർവത്രിക സഭാബന്ധത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് ആർച്ച് ബിഷപ്പ് ഗല്ലഗർ വ്യക്തമാക്കി. രാവിലെ നടന്ന സമൂഹബലിയിൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനായിരുന്നു. ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുറിയിലോസ്, ബിഷപ്പുമാരായ സാമുവൽ മാർ ഐറേനിയോസ്, വിൻസെന്റ് മാർ പൗലോസ്, തോമസ് മാർ അന്തോണിയോസ്, തോമസ് മാർ യൗസേബിയോസ്, യുഹന്നാൻ മാർ തെയോഡേഷ്യസ്, ഗിവർഗീസ് മാർ മക്കാറിയോസ്, മാത്യൂസ് മാർ പക്കോമിയോസ്, ആന്റണി മാർ സിൽവാനോസ്, യുഹന്നാൻ മാർ ക്രിസോസ്റ്റോം, ജോഷ മാർ ഇഗ്നാത്യോസ് എന്നിവരും സഹകാർമ്മികരായിരുന്നു. അനേകം വൈദികരും സമൂഹബലിയിൽ പങ്കുചേർന്നു. രാവിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ ഗേറ്റിൽ ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗറിന് മലങ്കര കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സ്വീകരണം നൽകി. തുടർന്ന് കബറിടത്തിൽ അനുസ്മരണ പ്രാർത്ഥന നടന്നു. ധന്യന്മാർ ഇവാനിയോസ് ഉപയോഗിച്ചിരുന്ന അംശവടിയും സ്ലീബായുമാണ് കാതോലിക്ക ബാവ ഉപയോഗിച്ചത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം അനുസ്മരണ ശുശ്രൂഷയിലുണ്ടായിരുന്നു. കഴിഞ്ഞ 15 ദിവസമായി നടന്നുവന്ന ഓർമ്മ പെരുന്നാളിന് ഇതോടെ സമാപനമായി. ഷിക്കനാനുസ്, തിരുവനന്തപുരം.